അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വേളയെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മൾ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്യാമള ആണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാം. തീർച്ചയായിട്ടും അത് പ്രേക്ഷകർക്ക് വലിയൊരു അനുഗ്രഹത്തിനും വിടുതലിനും കാരണമായി തീരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാം എല്ലാവരും ശ്രദ്ധയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ശ്യാമളയെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമാറ്റിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞാൻ ഇന്ന് ഈ അരോമ ടി വിയിലേക്ക് എന്നെ വിളിച്ച പാസ്റ്റർ ദാനിയൽ ജോൺ എന്ന പാസ്റ്ററേയും ദൈവത്തെ ഓർത്ത് നന്ദി പറയുന്നു. കാരണം എനിക്ക് കുറേ സാക്ഷ്യങ്ങള് അനേകരോട് പറയാനുണ്ട്. അത് ഈ അരോമ ടി വിയിലൂടെ പറയാൻ എനിക്ക് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു സന്തോഷമുണ്ട് എനിക്ക്. എന്നാലും ഹൃദയത്തിലൊരു ദുഃഖമുണ്ടെങ്കിലും സന്തോഷത്തോടെ പറയാൻ ദൈവം എന്നെ അനുവദിക്കുന്നതിനായി ഞാൻ എൻ്റെ ദൈവത്തിനും പാസ്റ്ററിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ സ്വന്തം വീട് തൊടുപുഴയാണ്. എനിക്ക് മാതാവും പിതാവും ഇല്ല, മരിച്ചുപോയി. എൻ്റെ ഞങ്ങൾക്ക് 9 സഹോദരങ്ങളാണ് ഞങ്ങളുള്ളത്. പിന്നെ ഞങ്ങളുടെ 9 സഹോദരങ്ങളില് 5 പേര് വിശ്വാസത്തിലാണ്. അപ്പൊ അതില് 2 പേര് ഈയിടെ 2 വർഷമായി ഒരാൾ മരിച്ചു, ഒരാള് 3 വർഷമായി മരിച്ചുപോയി. മരിച്ചുപോയ ഒരാൾ വിശ്വാസിയായിരുന്നു, സഹോദരിയായിരുന്നു, 3 വർഷമായി മരിച്ചുപോയി. പിന്നെ സഹോദരൻ വിശ്വാസത്തിൽ വന്നിട്ടില്ല, അദ്ദേഹം മരിച്ചുപോയി. പിന്നെ ഇപ്പോൾ ഞങ്ങൾ ബാക്കി 4 പേരുണ്ട്. എന്നാലും ബാക്കിയുള്ളവരും കൂടി വിശ്വാസത്തിലേക്ക് വരണോ വരണ്ടയോ, സഹോദരന്മാര് ഒരു സഹോദരിയുണ്ട്, ഇനി വരണോ വരണ്ടയോ എന്നുള്ള ആയത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഞാൻ സിവിൽ ഡിപ്ലോമ കഴിഞ്ഞ ആളാണ്. ജോലിയൊന്നും എനിക്കില്ല. വീട് സംബന്ധമായ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. വിവാഹം കഴിച്ചത് പെരുമ്പാവൂര് വളഞ്ചിറങ്ങൽ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു വിവാഹം കഴിഞ്ഞത്. അപ്പോ ഭർതൃഗ്രഹത്തിൽ വെച്ചാണ് ഞാൻ എൻ്റെ കർത്താവിനെ അറിയാൻ ഇടയായത്. കാരണം ഞാൻ എൻ്റെ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ഞാൻ ഹിന്ദു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നതാണ്. ഞാൻ വിവാഹം കഴിഞ്ഞ് ചെല്ലുമ്പോൾ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു ഗുരുദേവനെ ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അപ്പോ 11 വർഷമായിട്ട് ഞങ്ങൾ ആ വിശ്വാസത്തില്, അതിനു മുമ്പ് നമ്മള് ചോറ്റാനിക്കര, കൊടുങ്ങല്ലൂര്, ഗുരുവായൂര്, അങ്ങനെ പല സ്ഥലങ്ങളിലൂടെ ഞങ്ങൾ പോകുമായിരുന്നു. അപ്പോ 11 വർഷമായിട്ട് ഞങ്ങള് ഈ ശുഭാനന്ദ ഗുരുദേവൻ എന്ന് പറയുന്ന ഒരു ദേവന്റെ അരിയിൽ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ വിവാഹം അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനും ഒരു ചെറിയ പാട്ടുകാരിയാണ്. അപ്പൊ എന്നെ വിവാഹം കഴിച്ച അദ്ദേഹവും ഒരു പാട്ടുകാരനായിരുന്നു. അപ്പൊ ഞങ്ങളെയും ആശ്രമം എന്ന് ഞങ്ങൾ പറയുന്നത്, ഈ ഗുരുദേവന്റെ ആശ്രമം അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ 2 ആളാണ് പാട്ട് പാടിക്കൊണ്ടിരുന്നത്. ചെറുപ്പമായിരുന്നു. അപ്പൊ ഞങ്ങൾ അങ്ങനെ ഇഷ്ടത്തിലായി വിവാഹമൊക്കെ കഴിഞ്ഞു. വീട്ടിൽ ചെന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഭർതൃഗ്രഹത്തിലാണെങ്കില് മദറിലോ 21 നിലവിളക്ക് വെച്ച് പൂജ ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അവര് ചോറ്റാനിക്കരയും കൊടുങ്ങല്ലൂരിനെ ആശ്രയിച്ച് പൂജ ചെയ്യുന്ന ഒരു അമ്മയായിരുന്നു. പക്ഷെ എനിക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര ടെൻഷനായി. കാരണം ഞങ്ങള് ഈ ഒരു പെന്തക്കോസ് സിസ്റ്റം ആയിരുന്നു ശുഭാനന്ദ ഗുരുദേവന്റേത്. വിഗ്രഹങ്ങളെ ഒന്നും ആരാധിക്കില്ല, കൈയടിച്ച് പാട്ട് പാടുക, പ്രാർത്ഥിക്കുക, അങ്ങനത്തെ ഒരു സിസ്റ്റം ആയിരുന്നു ഇത്. അപ്പൊ നമുക്ക് ഇതെല്ലാം കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര വിഷമായി. അയ്യോ, എന്താ ഇങ്ങനെ, ഇനി എന്ത് ചെയ്യും, വീണ്ടും ഞാൻ പഴയതിലേക്ക് തിരിച്ചു പോകേണ്ട വരുമോ, അങ്ങനെയൊക്കെ തോന്നി. എന്തായാലും അമ്മയാണെങ്കിൽ രാവിലെ പൂജയ്ക്ക് കയറി കഴിഞ്ഞാൽ ഇറങ്ങി 21 വിളക്കൊക്കെ വെച്ച് രാവിലെ കുളിച്ച് പുറത്തിറങ്ങി കഴിയുമ്പോൾ അമ്മ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കും. അങ്ങനെ വഴക്കുണ്ടായി കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര ടെൻഷനാ. പിന്നെ എന്താ ചെയ്യാ, അമ്മ ഇങ്ങനെ പങ്കാളിയാണെങ്കിൽ അദ്ദേഹത്തിന് ജോലിക്ക് കടന്നു പോകണം, എന്നെ നോക്കിയിരിക്കാൻ സമയമില്ല. അപ്പൊ അമ്മ വഴക്കുണ്ടാക്കും. തന്നെയില്ല, സിസ്റ്ററിലാണെങ്കിൽ അവര് മദ്രാസിലാണ് താമസിക്കുക വിവാഹം കഴിഞ്ഞ്. അവരെല്ലാ ദിവസവും മാസത്തിൽ 15 ദിവസം വീട്ടിലുണ്ട്. അമ്മയോട് ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും, അമ്മ എന്നോട് വഴക്കുണ്ടാക്കും. അപ്പൊ എനിക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പം അതിനു മുമ്പ് ആണെങ്കിൽ എൻ്റെ സഹോദരി ഒരു ഞാൻ 7ാമത്തെ ആളാണ്. പിന്നെ 5ാമത്തെ ഒരു സഹോദരി ഉണ്ട്. ആ സഹോദരി വിശ്വാസത്തിൽ വന്നായിരുന്നു. അവര് വിശ്വാസത്തിൽ വന്ന സമയത്ത് വീട്ടിൽ വരും. ഒരു കുഞ്ഞുണ്ട്. അവർക്ക് 4 വർഷം കൂടിയാണ് ഒരു കുഞ്ഞ് ആദ്യം ഉണ്ടായത്.
അപ്പൊ ആ കുഞ്ഞ് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ശിവാനന്ദ ഗുരുദേവനോട് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾ അന്ന് വിശ്വസിക്കുന്നത്. പക്ഷെ രണ്ടാമത് ഒരു വർഷം കഴിയുമ്പോൾ വീണ്ടും ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിന് ഹാർട്ടിന് പ്രശ്നമായിരുന്നു. അപ്പൊ അവൻ എപ്പോഴും കരയും. അപ്പൊ അവന് ഈ കോതമംഗലത്ത് പിന്നെ ധർമ്മഗിരി ഹോസ്പിറ്റലായിരുന്നു കാണിച്ചിരുന്നവര്. അപ്പൊ അവരൊരു ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അവന്. ഇന്ന ഡേറ്റില് കഴിഞ്ഞ കുഞ്ഞിന്റെ ജീവിതം എങ്ങനെയാന്നൊക്കെ പറയാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ഡേറ്റ് ഒക്കെ അവർ പറഞ്ഞിരുന്നു. ആ സമയത്ത് എന്റെ സഹോദരി വിശ്വാസത്തിൽ വന്നു. കുഞ്ഞിന് സൗഖ്യമായി. അപ്പൊ ഈ സഹോദരി ഭവനത്തിൽ കടന്നു വരുമ്പോഴേ സ്തോത്രം പറയും. അപ്പൊ എനിക്കിഷ്ടമല്ല ഈ സ്തോത്രം കേൾക്കുന്നത്. വീട്ടില് ഞങ്ങൾ ബാക്കി എല്ലാവരും ഉണ്ട്. എല്ലാവരും വിവാഹം കഴിക്കാത്ത വേറെ ഞങ്ങൾ 4 പേരുണ്ട്. അമ്മയുണ്ട്. മറ്റേ ഞങ്ങളെ ഈ വിവാഹം കഴിഞ്ഞുകൊണ്ടുവന്ന ഈ ചേച്ചിയുണ്ട്, വീട്ടിൽ വരുന്ന ചേച്ചിയുണ്ട്. പക്ഷെ എല്ലാവരും സ്തോത്രം പറഞ്ഞ് എന്റെ ചേച്ചി പ്രാർത്ഥിക്കുമ്പോ അപ്പൊ ഞങ്ങള് പാസ്റ്ററെ അതിനു മുമ്പ് പറയട്ടെ, ഞങ്ങളുടെ ദേശത്ത് ഞങ്ങൾ ഈ 41 വരുമ്പോഴത്തേക്കും ഞങ്ങളായിരുന്നു അമ്പലത്തിലെ പാട്ടുകാര്, ഭജനക്കാര് ഒക്കെ ഞങ്ങളായിരുന്നു. എന്റെ ഇളയ സഹോദരി 9 വർഷം കൊച്ചിൻ കലാഭവനിൽ പാട്ട് പഠിച്ച ആളാണ്. ഞാനാണെങ്കിൽ ഒരു വർഷമൊക്കെ പോയുള്ളൂ. എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് പോകാൻ പറ്റിയില്ല. അപ്പൊ അങ്ങനെ ഞങ്ങള് പാട്ട് റെക്കോർഡ് ചെയ്യുമായിരുന്നു അവിടെ അമ്പലങ്ങളില്. അതുപോലെ ഞങ്ങൾ അമ്പലവുമായിട്ട് അടുത്ത് ജീവിച്ചിരുന്ന ഫാമിലി ആയിരുന്നു. ഞങ്ങളുടെ അമ്മയാണെങ്കിൽ ഭയങ്കര വിശ്വാസിയാണ്. വിശ്വാസി എന്ന് പറഞ്ഞാൽ എന്റെ അമ്മയ്ക്ക് ഞങ്ങള് ഹിന്ദുക്കളാകുമ്പോ എല്ലാ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു സ്വഭാവമുണ്ട്. അപ്പൊ അമ്മ പറയും സന്ധ്യ ആകുമ്പോഴത്തേക്കും ഞങ്ങൾക്കന്ന് ഒരു പാവപ്പെട്ട കുടുംബം തന്നെയാണ് ഞങ്ങളുടെ കുടുംബം. ഞങ്ങൾക്കന്ന് നിലവിളക്ക് വാങ്ങിക്കാൻ പൈസ ഇല്ലാത്ത സിറ്റുവേഷൻ വരെ ആയിരുന്നു. അപ്പൊ അമ്മയാണെങ്കിൽ മരവെട്ടിക്കായ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനകത്ത് തിരി തീർത്ത് എണ്ണ ഒഴിച്ച് അതിനകത്ത് ഞങ്ങൾക്ക് വിളക്ക് വെച്ച് തരും. ഞങ്ങളോട് പറയും, ഞങ്ങൾ 6 മക്കളെ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. കുഞ്ഞുങ്ങൾ 6 പേരാ. അപ്പൊ ഞങ്ങളോട് എല്ലാവരോടും ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറയും. ഞങ്ങൾ പ്രാർത്ഥിച്ച അവസാനം എന്റെ അമ്മ പറയും, മുസ്ലിങ്ങളുടെ ദൈവത്തെയും കൂടെ ഒന്ന് വിളിച്ച് ഒരു പാട്ട് പാടിയിട്ട് എഴുന്നേറ്റ് പോന്നാൽ മതി, എന്നാലേ ഞങ്ങൾക്ക് അത്താഴം തരുള്ളൂ. അപ്പൊ ഞങ്ങൾ അങ്ങനെ എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിക്കും. ക്രിസ്തു, മുസ്ലിം, ഹിന്ദു എല്ലാരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു സ്വഭാവം ചെറുപ്പം മുതൽ ഞങ്ങൾക്ക് ഉള്ളതാ. അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ വളർന്നു വന്നത്. അപ്പൊ അങ്ങനെ എന്റെ സഹോദരി ഇങ്ങനെ വിശ്വാസത്തിലേക്ക് മാറിയപ്പോഴത്തേക്കും എല്ലാവർക്കും വിഷമാണ്. പക്ഷെ എനിക്ക് മാത്രം പെട്ടെന്ന് അതിന് പ്രതികരിക്കണം എന്നൊരു തോന്നല. ഇപ്പൊ ചേച്ചി ഇങ്ങനെ സ്തോത്രം എന്ന് പറയുമ്പോ ഇപ്പൊ എനിക്കത് ഓർക്കുമ്പോ ടെൻഷനാ. ഞാൻ പറയും വന്നിട്ടുണ്ട്, മൂത്രം ഒഴിക്കാൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് എപ്പോഴും ഞാൻ കളിയാക്കുമായിരുന്നു, മൂത്രം എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും അപ്പൊ എന്റെ അമ്മ പറയും അവളുടെ ഇഷ്ടം പോലെ പറഞ്ഞോട്ടെ, നീ എന്തിനാ കളിയാക്കുന്നതെന്ന് ചോദിക്കും. ഞാൻ അവള് സ്തോത്രം പറയുമ്പോ അവളുടെ അടുത്തുനിന്ന് മാറിപ്പോകും. എനിക്കിതൊന്നും കേൾക്കണ ഇഷ്ടമല്ലെന്ന് പറഞ്ഞുകൊണ്ട് മാറിപ്പോവായിരുന്നു. അപ്പൊ അപ്പൊ ആ സമയത്തൊക്കെ അമ്മ തൊട്ടടുത്ത് ഒരു പെന്തക്കോസ്ത് ചർച്ച് അവിടെ പോകും. നേരെ അമ്മ എന്നോട് പറയും, മോള് ഇങ്ങോട്ട് വാ, നമുക്ക് അവിടെ പോയി പ്രാർത്ഥിക്കാം. നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറ്റും, ദൈവം നമുക്ക് മാറ്റിത്തരും. അപ്പൊ എനിക്ക് ചെറുപ്പത്തിൽ പനി വന്ന് കാലിന് ഒരു പ്രശ്നമുള്ള വ്യക്തിയായിരുന്നു. എന്നാലും അത് അറിയൊന്നുമില്ല. എനിക്ക് അതിന്റെ ബുദ്ധിമുട്ട് ചെറുതായിട്ട് അറിയാമെങ്കിൽ മറ്റുള്ളവർക്ക് അത്ര പെട്ടെന്ന് മനസ്സിലാവില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ അമ്മ പറയും കൊച്ചിന് നല്ലൊരു ഭാവി ഉണ്ടാകണ്ടേന്ന് പറയും. പക്ഷെ എനിക്കാണെങ്കിൽ ഇഷ്ടമല്ല. എനിക്ക് കണ്ണെഴുതി പൊട്ടുകുത്തി പൂ ചൂടി ചെറുപ്പത്തിൽ അങ്ങനെ ഒരു മൈൻഡായിരുന്നു എനിക്ക്. അപ്പൊ എനിക്ക് അങ്ങനെ നടക്കണം. അതിനുവേണ്ടി ഞാൻ പറയും എനിക്ക് പെന്തക്കോസ്തുകാരുടെ അടുത്ത് പോകണ ഇഷ്ടമല്ല, അവർ കമ്മലിടില്ല, മാലയിടില്ല, അതുകൊണ്ട് അമ്മ എന്ന് പോകും, ഞാൻ വരണില്ല എന്ന് പറയും. അപ്പൊ അങ്ങനെ എന്റെ അമ്മ കുറെ ഞങ്ങളെ നിർബന്ധിച്ചു. അമ്മ ഇടയ്ക്കൊക്കെ പോവായിരുന്നു. ഞങ്ങളൊന്നും പോയില്ല. ഞങ്ങള് 6 പെൺകുട്ടികളാണ്, 3 ആൺകുട്ടികൾ, അങ്ങനെ 9 പേര്. ഞങ്ങൾ 6 പേരും പോകില്ലായിരുന്നു. ഇളയ ആങ്ങളെ ഇടയ്ക്ക് പോകും അമ്മയുടെ കൂടെ. അങ്ങനെ എന്നിട്ട് ഇളയ ആങ്ങളെ വിശ്വാസി വന്നിട്ടില്ല ഇതുവരെ. അപ്പൊ ഇങ്ങനെ എന്റെ സഹോദരി ഇങ്ങനെ വന്ന് പറയും. അപ്പൊ ഞാൻ സഹോദരിയെ കളിയാക്കുമ്പോൾ എന്റെ അമ്മ പറയും, ഇനി അടുത്ത് നീ ആയിരിക്കും ഈ സ്തോത്രം പറയാൻ പോണത്, നീ നോക്കിക്കോന്ന് പറയും. പിന്നെ ഞാൻ മരിച്ചാൽ പോലും പറയില്ലെന്ന് ഞാൻ പറയുമായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്നെ വിവാഹം കഴിച്ചുകൊണ്ടുപോയ ഭവനത്തിൽ ഇങ്ങനെ പ്രശ്നം. 21 നിലവിളക്ക്, ഒരു പൂജാമുറി ഉണ്ട് ആ വീട്ടില്. അപ്പൊ അമ്മ ഈ രോഗികൾക്കൊക്കെ പൂജ ചെയ്ത് സൗഖ്യം കൊടുക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പൂജ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുങ്ങല്ലൂര്, ചോറ്റാനിക്കരയൊക്കെ അങ്ങനെ. അപ്പൊ ഞങ്ങളും ചോറ്റാനിക്കരയ്ക്കൊക്കെ പോവായിരുന്നു. ചോറ്റാനിക്കര വെച്ചായിരുന്നു എന്റെ വിവാഹവും ചോറ്റാനിക്കര അമ്പലത്തിൽ വെച്ചായിരുന്നു നടന്നത്. അങ്ങനെ ഈ അമ്മ ഇങ്ങനെ വഴക്കുണ്ടായിക്കൊണ്ട് വരുമ്പോ ഞാനിങ്ങനെ എന്റെ അയൽവാസികളോട് പറയും, എന്താ ചെയ്യാ, അമ്മ ഇങ്ങനെ എന്നോട് എന്ത് ചെയ്യുന്നു അറിയില്ല എന്നൊക്കെ പറയും. അയൽവാസികളെല്ലാം കേൾക്കുന്നുണ്ട് അമ്മ എന്നോട് വഴക്കുണ്ടാക്കുന്നത്. നേരെ അപ്പൊ അവര് പറയും, സാരമില്ല, നീ ഒരു പണി ചെയ്യ, നിനക്കിനി രക്ഷപ്പെടണമെങ്കിൽ ക്രിസ്തുവിലല്ലാതെ നിനക്ക് രക്ഷയില്ല.
എന്ന് പറയും. അങ്ങനെ ഇവര് പറഞ്ഞു. അപ്പം മുന്നേ എനിക്ക് അങ്ങനെ ഒരു ചിന്ത കിടപ്പുണ്ട് എന്റെ ഹൃദയത്തില്. ഇങ്ങനെ എന്റെ ചേച്ചി സ്തോത്രം പറയുകയൊക്കെ ചെയ്യുന്ന ചേച്ചിയുടെ കുടുംബത്തിന് സമാധാനം, മോന് സൗഖ്യം കിട്ടിയതൊക്കെയാണല്ലോ. അപ്പൊ പിന്നെ എനിക്കും അങ്ങനെ പോയിക്കൂടെ? പക്ഷെ എനിക്ക് പൊട്ടുകുത്താൻ പറ്റില്ലല്ലോ, കണ്ണെഴുതാൻ അങ്ങനെ ഒരു വേറൊരു ചിന്തയും കൂടെ ഹൃദയത്തില്. അപ്പം ആ ചേച്ചിമാര് പറഞ്ഞു, നീ കണ്ണെഴുതണം, പൊട്ടുകുത്തണം, അതുപോലെ മാലയും കമ്മലും ഇടണം, ആ ചിന്തയൊക്കെ നീ വിട്. അതൊക്കെ ദൈവം ആ സമയത്ത് നിനക്ക് അതിൽ നിന്നൊക്കെ ഒരു വിടുതൽ തരും. അത് വേണ്ടെന്ന് തോന്നിക്കുന്ന ഒരു സമയം നിനക്ക് ദൈവം തരും. അതുവരെ നീ വിശ്വാസത്തോടെ ഇരിക്കണം എന്ന് പറഞ്ഞു. നീ പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചേച്ചിമാരുടെ കൂടെ ഞാൻ പെരുമ്പാവൂർ ഒരു സ്ഥലത്ത് പോയി തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് പോകുമ്പം നമ്മുടെ കെ എ അബ്രാഹാം എന്ന് പറഞ്ഞൊരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ പ്രസംഗം ഞാൻ കേൾക്കുന്നത്. അദ്ദേഹം അന്ന് സംസാരിച്ച് മുഴുവനും എന്നോടായിരുന്നു. ഞാൻ ഇപ്പോഴും എനിക്കത് ഭയങ്കര ടെൻഷനാ. വർഷങ്ങൾ ഒരു 28 വർഷമായി. അന്ന് അദ്ദേഹം എന്നോടാണ് സംസാരിച്ചത്. ഞാൻ പോലും അറിഞ്ഞില്ല. അന്ന് ഞാൻ എന്തൊക്കെയോ എടുത്ത് ചാടി പറയുകയും ഭയങ്കരമായിട്ട് ഞാൻ ആക്ഷനൊക്കെ കാണിച്ചെന്നൊക്കെ അവിടെ ഇരുന്ന് അവര് പറയണത്. അപ്പം അന്ന് ഞാൻ എന്റെ കർത്താവിനെ സ്വീകരിച്ചു. ഇനി ഒരിക്കലും ഞാൻ മറ്റൊരു ദൈവത്തിൽ ആരാധിക്കില്ല. ഈ ദൈവം. അപ്പൊ അദ്ദേഹം പറയുന്നത് കേട്ടാൽ എല്ലാം അത് തന്നെയാണ് സത്യം. നമ്മള് ചെറുപ്പം മുതലേ വിശ്വസിച്ച് വരുന്ന ഇതിലൊന്നും അല്ല സത്യം എന്ന് എനിക്ക് ആരും എന്നെ വിളിച്ചു പറഞ്ഞതല്ല. അദ്ദേഹത്തിന്റെ പ്രസംഗം, അദ്ദേഹം ഒരുപാട് ജനങ്ങൾ ഇരിക്കുന്നതിന്റെ ഇടയിലാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ എന്റെ ദൈവം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു. ഇതാണ് സത്യം, ഇതാണ്. അന്ന് ഞാൻ തീരുമാനം എടുത്തു. പിന്നെ ഞാൻ ഒരിക്കലും മറ്റൊരു ദൈവത്തിൽ ആരാധിക്കാൻ പോയിട്ടില്ല. അങ്ങനെ ഭർത്താവിന്റെ ഗൃഹത്തിൽ ചെന്ന് ഇങ്ങനെ പ്രശ്നങ്ങളായി ഞങ്ങളിങ്ങനെ പോയി ഞാൻ തീരുമാനമൊക്കെ എടുത്ത് വീട്ടിൽ വന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും പഴയ രീതിയിൽ വഴക്കാണ്. സഹോദരി വരും, അമ്മയായിട്ട് ഓരോന്ന് പറഞ്ഞ് എന്നോട് വഴക്കുണ്ടാക്കും. ഞാനിങ്ങനെ പുറകുവശത്ത് ഒരു റബ്ബർ തോട്ടമുണ്ട്, റബ്ബർ തോട്ടത്തിൽ പോയിരുന്ന് ഉച്ചയാകുമ്പോ എന്റെ ഹസ്ബൻഡ് വരും. അതല്ലെങ്കിൽ കനാലിൽ പോയി കുളിക്കാനായിട്ട് പോകും. അവിടെ പോയിരുന്ന് ഉച്ചയാക്കി തിരിച്ചു വരും. അങ്ങനെയായി മടുത്തു. അപ്പോഴത്തേക്കും എനിക്കൊരു കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് അയൽവാസികൾ പറഞ്ഞു, നീ ഇനി കുഞ്ഞിനെയും കൊണ്ട് എത്ര നാൾ പിന്നെ പറമ്പിൽ കൂടെ പോകും, റബ്ബർ തോട്ടത്തിൽ പോയിരിക്കും, അതുകൊണ്ട് നീ സ്റ്റേൺ ആവണം എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് പേടിയായി. അമ്മയും സഹോദരിയും അന്നേരം പേടിയായിരുന്നു. ഇവര് ഒരുപാട് ഇങ്ങനെ സംസാരിക്കുക, അതും ഇതൊക്കെ പറയുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് എനിക്ക് അവരെ ഭയമായിരുന്നു. എന്തായാലും കുഞ്ഞുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും ഇങ്ങനെ പ്രതികരിച്ചു. ഞാനിനി ഈ ഭവനത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നു, നിങ്ങൾ കരുതണ്ടെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥനയ്ക്ക് പോകണത്തുനിന്ന് ഒരു ബൈബിള് തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ എപ്പോഴും ഇവരെന്നോട് വഴക്കുണ്ടാക്കുമ്പോ ഈ ബൈബിൾ എടുത്ത് ഞാൻ കൈ പിടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയായി എങ്ങനെയോ പെട്ടെന്ന് ഞങ്ങളുടെ അമ്മയ്ക്ക് ഒരു മാനസാന്തരം ഉണ്ടായി. അമ്മ ഒരു ദിവസം പറഞ്ഞു, മോഹനൻ എന്ന് പറഞ്ഞൊരു ബ്രദർ ഉണ്ട് അവിടെ, അദ്ദേഹം ഇങ്ങനെ വിശ്വാസത്തിൽ വന്നാണ്. ഭൂതത്തെ പിടിക്കുന്ന ജോലി, ഒരു ശുശ്രൂഷയാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പം അമ്മ ചെന്ന് ഈ മോഹൻ എന്ന് പറഞ്ഞ ഇവാഞ്ചലിക്കൽ സഭയിലാണ് അദ്ദേഹം ഉള്ളത്. അപ്പൊ അദ്ദേഹത്തോട് പറഞ്ഞു, ഇങ്ങനെ ശ്യാമള എന്തായാലും വിശ്വാസത്തിലേക്ക് പോയി, മോഹന ഇനി ഞാനായിട്ട് എന്തിനാ നിക്കണത്, ഞാനും പോവുക, അതുകൊണ്ട് മോഹനും വന്നിട്ട് വീട്ടിലിരിക്കുന്ന ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്ത് മാറ്റി തരണം എന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറഞ്ഞു, ശരി കാർത്തേനി നമ്മുടെ പേര്, ശരി കാർത്തേനിയമ്മ, ഞാൻ വന്നെല്ലാം മാറ്റി തന്നോളാം എന്ന് പറഞ്ഞു. വീട്ടിൽ വന്ന് അദ്ദേഹം ഫോട്ടോസ് പ്രാർത്ഥിച്ചിട്ടാ വീട്ടിൽ നിന്ന് വന്നേന്ന് പറഞ്ഞു. ഫോട്ടോസ് എടുക്കാൻ തുടങ്ങുമല്ല, ഞങ്ങൾ നോക്കിയപ്പോ അദ്ദേഹം മുറ്റത്ത് അങ്ങ് ദൂരെ കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പൈശാചികമായിട്ട് ഭയങ്കര പോരാട്ടമുണ്ട്, ഞാൻ 2 ദിവസം കഴിഞ്ഞ് വന്ന് എടുത്തോളാം എന്ന് പറഞ്ഞു. വീണ്ടും അദ്ദേഹം പോയി പ്രാർത്ഥിച്ച് 2 ദിവസം ഉപവാസത്തോടെ വന്ന് എടുത്ത് അതൊക്കെ കളഞ്ഞു. പിന്നെ അമ്മ അങ്ങനെ കുറച്ച് ദിവസം അമ്മ വിശ്വാസത്തിൽ വന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞപ്പോ എന്റെ ഹസ്ബൻഡ് വന്നു. എന്നിട്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ സന്തോഷമൊന്നുമില്ല. എന്നാലും അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുഞ്ഞുണ്ടായി ഒരു 3 മാസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഈ ആദ്യ വിശ്വാസത്തിൽ വന്ന സഹോദരി വീട്ടിൽ പോയി. അപ്പൊ ഞാൻ പറഞ്ഞു, ഇങ്ങനെ അമ്മ പൂജാമുറിയിലെ കാര്യങ്ങൾ കളഞ്ഞെങ്കിലും പിന്നെ അമ്മ വഴക്കുണ്ടാക്കുമായിരുന്നു. ഈ സഹോദരി വന്നു കഴിഞ്ഞാൽ അമ്മ വഴക്കുണ്ടാക്കും. അതും ഒരു ടെൻഷൻ. അപ്പൊ എന്റെ ചേച്ചി എന്നോട് പറഞ്ഞു, നീ കർത്താവിനെ സ്വീകരിക്കുക, നിന്റെ കുടുംബ സമാധാനം കർത്താവിലൂടെ അല്ലാതെ ആർക്കും തരാൻ കഴിയില്ല എന്ന് പറഞ്ഞു. അപ്പം പൈശാചികമായിട്ട് ഭയങ്കര പോരാട്ടമുള്ള വീടാണത്, അതുകൊണ്ട് നീ എത്രയും വേഗം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പറഞ്ഞു. അപ്പൊ അന്ന് എന്റെ സഹോദരി, അന്ന് ഞങ്ങൾ മുതലപ്പുറത്ത് മുത്തപ്പൻ എന്ന് പറഞ്ഞൊരു മുത്തപ്പൻ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിനെ എടുത്ത് പോകാറുണ്ടായിരുന്നു. അപ്പൊ ചെറുപ്പത്തിൽ ഞാൻ ഒന്ന് ഉറങ്ങി തെളിയുമ്പോ എന്റെ ഈ കാലിനൊരു പ്രശ്നം ഉണ്ടാവും. അപ്പൊ എന്റെ അമ്മ എന്താ എന്ന് വെച്ചാൽ, ഒരു കാല് മേടിച്ച് കുമ്പിട്ടേക്കാം എന്ന് അമ്മ ആദ്യം നേർച്ച നടന്നു. അപ്പൊ ഞങ്ങൾ എല്ലാ വർഷവും പെരുന്നാളിന് പോയി ഒരു കാല് വാങ്ങിച്ച് കുമ്പിടും. അപ്പൊ ഒരു വർഷം നമുക്ക് എല്ലാ വർഷവും കുമ്പിടണം. ഒരു വർഷം നമുക്ക് കുമ്പിടാൻ പറ്റിയില്ലെങ്കിൽ
ഭയങ്കര രണ്ട് കാലിനും പിന്നെ വേദനയാവും. ഇപ്പൊ രണ്ട് കാലും പിടിച്ച് കുമ്പിടാൻ അമ്മ നേരും. അതിനും പറ്റിയില്ലെങ്കിൽ വീണ്ടും വേദനയാകും. അങ്ങനെ നമ്മള് കുമ്പിടാൻ പറ്റാതെ വരുമ്പോ വേദനകൾ വർദ്ധിക്കും. അപ്പൊ ഞാൻ എങ്ങനെ എന്റെ ചേച്ചിയോട് പറഞ്ഞു, എന്നാ ഇത് ദൈവമാണെങ്കിൽ എങ്ങനെയാണ് ഇങ്ങനെ ഈ കാല് കാലിന് വേണ്ടിയാണോ ദൈവം ഇരിക്കുന്നത്? ഈ കാല് തരാന്ന് പറയുമ്പോ വേദന മാറും, നമ്മൾ കൊടുക്കാതിരിക്കുമ്പോ വീണ്ടും വേദനയാവും, എന്താ അങ്ങനെ? അപ്പൊ ഞങ്ങളത് സ്ഥിരമായിട്ട് വർഷങ്ങളോളം പോയിക്കൊണ്ടിരുന്നു, അവിടെയും പോയിക്കൊണ്ടിരുന്നു. അപ്പൊ എന്റെ ചേച്ചിയുടെ അടുത്ത് ഞാൻ എന്റെ മോളുണ്ടായി 3 മാസം കഴിഞ്ഞപ്പോ പോയി. അപ്പൊ ചേച്ചി എന്നോട് ഇങ്ങനെ രക്ഷാവാചനം ഒക്കെ പറഞ്ഞു തന്നു. ഞാൻ വീട്ടിലെ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പോ ചേച്ചി പറഞ്ഞു, അതൊന്നും സാരമില്ല, എല്ലാ കുടുംബത്തിലും എല്ലാ പെൺകുട്ടികളെയും വിവാഹം കഴിച്ചു വിട്ടാൽ എല്ലാവരും സന്തോഷത്തോടെ ഒന്നും അല്ല ജീവിക്കുന്നത്. പലരും, നീയൊക്കെ ജീവനോടെ ഇരിക്കുന്നുണ്ടല്ലോ, പലരെയും കൊന്നു കളഞ്ഞവരുണ്ട്, പലരും ആത്മഹത്യ ചെയ്തു പോയവരുണ്ട്, നീ ഇന്നും ഉണ്ടല്ലോ മോളെ, സാരമില്ല, നമുക്ക് നമ്മുടെ കർത്താവിനെ ആരാധിക്കാം, ദൈവത്തിൽ ആശ്രയിക്കാം, ദൈവത്തിന് മാത്രമേ നമുക്ക് ഈ പ്രശ്നത്തിൽ നിന്ന് ഒരു വിടുതൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ എന്റെ ചേച്ചി രക്ഷാവചനം ഒക്കെ പറഞ്ഞു തന്നപ്പോ എന്റെ ചേച്ചി പറഞ്ഞു, ഇന്ന് നീ രാത്രിയിൽ കിടന്ന് കരയും, കാരണം നിന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന വ്യക്തിക്ക് നീ രക്ഷാവചനം ഏറ്റു പറഞ്ഞ് നിനക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ അന്ന് രാത്രിയിൽ ഞാൻ കാറിക്കൂവി, മുത്തപ്പനാന്നൊക്കെ പറഞ്ഞൊരു വ്യക്തി എന്റെ അരികിൽ വന്നു. അപ്പൊ ഞാൻ പിന്നെ ഒരു പാമ്പ് എന്നെ ചുറ്റുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുകയാണ്. അപ്പൊ ഞാനിങ്ങനെ പാമ്പിനെ പിടിച്ചിങ്ങനെ കറക്കി, സ്തോത്രം മാത്രമേ എനിക്ക് അന്ന് പറയാൻ അറിയൂ, പ്രാർത്ഥിക്കാൻ അറിയില്ല. അപ്പൊ ഞാനിങ്ങനെ പിടിച്ച് കറക്കി 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 സ്തോത്രം ഉറക്കെ പറഞ്ഞിട്ട് കറക്കിക്കൊണ്ട് ഇപ്പൊ എന്റെ ചേച്ചി തൊട്ട മുറിയിലാണ്, അപ്പുറത്തെ ചേച്ചി പറഞ്ഞു, ആ ദൈവം അവളെ തൊട്ട് കഴിഞ്ഞു, അതിനറിയാനുണ്ടെന്ന്. അങ്ങനെ ആ ചേച്ചിയിലൂടെ വിശ്വാസത്തില് എന്റെ മോൾക്ക് 3 മാസങ്ങൾക്ക് ഞാൻ കടന്നു വന്നതാണ്. അതിനുശേഷം കുഞ്ഞുണ്ടായി കഴിഞ്ഞ് അതിനിടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി. മൊബൈലും ബൈബിളൊക്കെ അമ്മ മേടിച്ച് കളയേണ്ട സാഹചര്യം വന്നു. ഞാൻ കൂടോത്രം കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ച് കൂടോത്രം ചെയ്യാന്നൊക്കെ പറഞ്ഞു. എന്തായാലും അതിൽ നിന്നെല്ലാം ദൈവം എന്നെ വിടുവിച്ചു. എന്റെ മോളുണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മോൾക്ക് പെട്ടെന്ന് ഒരു അസുഖം ഉണ്ടായി, ഫിക്സ് ഉണ്ടായി മോൾക്ക്. അപ്പൊ ഞങ്ങള് കോലഞ്ചേരി ആശുപത്രിയിൽ 8 വർഷം മരുന്ന് കഴിച്ചു. ഫിക്സ് എന്ന് പറഞ്ഞാല് ഈ നമ്മള് പുരയ്ക്കകത്ത് ഇരിക്കുന്ന കുഞ്ഞ്, ഇപ്പൊ കട്ടിലേലോ കസേരയിലോ ഇരിക്കുന്ന കുഞ്ഞ് നമ്മൾ കുറെ നേരം കഴിഞ്ഞ് നോക്കും മുറ്റത്ത് കിടക്കണ കാണാം. അപ്പൊ ഞാൻ ചോദിക്കും, ഇത് ആരാ മോളെ നിന്നെ ഇങ്ങോട്ട് ഇറക്കി വിട്ടെ? അന്നേരം അവള് കുറച്ചു നേരത്തേക്ക് അവൾക്ക് ബോധമൊന്നുമില്ല. അവള് പറയും, അങ്ങനെ ഉണ്ടായത് കുഞ്ഞ് 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഉണ്ടായി തുടങ്ങിയത്. അപ്പൊ അവള് പറയും, അമ്മേ എങ്ങനെയാ ഞാനിവിടെ വന്നേന്ന് എനിക്ക് അറിയത്തില്ലെന്ന് പറയും. അങ്ങനെ ഈ കോലഞ്ചേരിയിൽ നിന്ന് ഞങ്ങൾ 8 വർഷം മരുന്ന് മേടിക്കും. ഡെയിലി ഇതായിരുന്നു എന്റെ മോൾക്ക് പണി, എന്നും വീണു. അപ്പൊ ഞാൻ ദൈവമേ, അന്നേരം ദൈവത്തിൽ ആശ്രയിക്കേണ്ട സ്നാനപ്പെട്ടൊന്നുമില്ല, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നുണ്ട്. അപ്പൊ കർത്താവേ, എന്റെ മോൾ എന്താ ഇങ്ങനെ സൗഖ്യമാകാത്ത, എന്റെ മോൾക്ക് എന്നെ സൗഖ്യമാകാത്ത, എപ്പോഴും ഞാൻ ഇങ്ങനെ ചോദിക്കും. അങ്ങനെ എന്റെ മോള് എല്ലാ ദിവസവും ഫിക്സ് വന്ന് വീഴും, ഒരേ പതയൊക്കെ വന്ന ഒരു അനുഭവമായിരുന്നു ആ സമയത്ത്. അപ്പോഴേക്കും ഞാൻ ജീവിത പങ്കാളിക്കാണെങ്കിൽ സിനിമയിലെ സെറ്റിൽ വർക്കൊക്കെ ആയിരുന്നു. അപ്പൊ അദ്ദേഹം ആണെങ്കിൽ ഓരോ സിനിമയ്ക്ക് വിട്ട് വരുമ്പോഴത്തേക്കും പിന്നെ നമ്മളെ വേണ്ട, ഞാൻ വേറൊരു പെണ്ണുമായിട്ടൊക്കെ സ്നേഹമായി, ഞങ്ങൾ അങ്ങനെയാണ് ഇങ്ങനെയാണ്, അതുകൊണ്ട് നിങ്ങൾ വീട്ടിൽ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ അങ്ങനത്തെ ഒക്കെ ഒരു പ്രശ്നങ്ങളായി. അങ്ങനെ ഞങ്ങള് ഇണങ്ങി പിണങ്ങിയൊക്കെ അങ്ങനെ ജീവിച്ചിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്തായാലും ഞങ്ങള് ഒരു മോൾ 7ാം ക്ലാസ്സിലേക്ക്, 7ാം ക്ലാസ്സിലും മോൻ 5ാം ക്ലാസ്സിലും ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങൾ തമ്മിൽ പിരിഞ്ഞു പോരേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. അതിനുശേഷം ഞങ്ങള് മോളെ കൊണ്ട് ഞാൻ ബീഹാറിൽ സ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് കടന്നുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് എന്റെ മോൾക്ക് അന്നേരം 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം അന്നേരം അവള് ഗുളിക മാറി കഴിച്ചു. അവിടെ ചെന്നപ്പോ, ബീഹാറിൽ ചെന്നപ്പോ എപ്പോഴും അസുഖം ഉണ്ടാവുമായിരുന്നു, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അവിടെ ഞങ്ങളാണെങ്കിൽ നമുക്ക് അവിടെ ഹോസ്പിറ്റലൊന്നും അടുത്തില്ല. അപ്പൊ അവിടെ മെഡിക്കൽ സ്റ്റോറിൽ പോയാണ് ഇഞ്ചക്ഷൻ എടുക്കണത്, ഈ കാൽസ്യത്തിന്റെ ഇഞ്ചക്ഷൻ എടുക്കണം. അന്നേരം എന്താണ് ഈ കുഞ്ഞിന് കുഴപ്പമെന്ന് ഈ 8 വർഷം ഞങ്ങള് കോലഞ്ചേരി ഹോസ്പിറ്റലിൽ നിന്നിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങള് ഈ ബീഹാറിൽ ചെന്നപ്പോ അവിടെ ഒരു ഡോക്ടറെ കണ്ടു. അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, കുഞ്ഞിന് കാൽസ്യത്തിന്റെ കംപ്ലൈന്റ് ആണ്, കാൽസ്യം പാസ് ചെയ്യാതെ വരുന്നോണ്ടാണ്, തൈറോയിഡ്, പാരാതൈറോയിഡ് എന്ന് അതിന് പറയുന്നത്. അപ്പൊ തൊണ്ടയിലാണ് അതിന്റെ പ്രവർത്തനം നടക്കുന്നത്, അത് കുറഞ്ഞു പോകുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് മരുന്ന് കഴിച്ചു. അപ്പൊ എന്റെ മോള് വീര്യം കൂടിയ മരുന്ന് അവിടുത്തെ ഡോക്ടർ കൊടുത്തു. അപ്പൊ എന്നും ഇങ്ങനെ അസുഖം ഉണ്ടാവുക, ഞാൻ ഡോക്ടറോട് പറഞ്ഞു സ്കൂളിൽ പോകാൻ പറ്റില്ല മിക്ക ദിവസവും ഈ കുഞ്ഞിന് അസുഖം വരുന്നോണ്ട്. അങ്ങനെ ആയപ്പോഴത്തേക്ക് ഞങ്ങള് പോയപ്പോ ഡോക്ടർ നല്ല വീര്യം കൂടിയ മരുന്ന് കൊടുത്തു. എന്റെ മോൾ അറിയാതെ
ഉച്ചയ്ക്കും കഴിച്ചു. അത് രാവിലെ കഴിച്ചു, പിന്നെ രാത്രിയിലായിരുന്നു കഴിക്കാവുള്ളൂ. എൻ്റെ മോൾ അത് ഉച്ചയ്ക്കും കഴിച്ചു. ഉച്ചയ്ക്കും കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും മോളുടെ നാവ് ഇറങ്ങിപ്പോയി. അവിടെ വെച്ച് തന്നെ നാവ് ഇറങ്ങിപ്പോയി. അവൾക്ക് ഈ എന്തോ ഒരു ശബ്ദം, തൊണ്ടയിൽ നിന്ന് ഒരു ശബ്ദം. അത് ആ ഒരു ശബ്ദം അല്ലാതെ നാവില്ല. കുഞ്ഞ് വാ പൊളിക്കില്ല. വാ പൊളിച്ചിട്ട് ഞങ്ങൾ നോക്കി, നാവൊന്നുമില്ല. അപ്പൊ ഭയങ്കര വിഷമായി. അന്നേരം എന്റെ മോനെ ഞാൻ മറ്റൊരു ഹോസ്റ്റലിലാക്കി വെച്ചാണ് പോയത്. മേഴ്സി ഹോം എന്ന് പറഞ്ഞൊരു ഹോസ്റ്റലുണ്ട് അടിമാലില്. അവിടെ എന്റെ മോളെ അവിടെ നിർത്തിയേക്കുമായിരുന്നു. അവരാണ് അവളെ പറഞ്ഞു വിട്ടത്. കാരണം അവളെ എപ്പോഴും അസുഖം ഉണ്ടാവുകയാണ്. അതുകൊണ്ട് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് പോന്നു. അങ്ങനെ ഞാൻ എന്റെ മോളെയും കൊണ്ട് ബീഹാറിന് പോയി. മോനെ അവിടെ തന്നെ നിർത്തി. അപ്പൊ ഞങ്ങള് ഈ മോള് നാവിറങ്ങി പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലിൽ ചെന്നു. ബീഹാറിലെ വലിയ ഹോസ്പിറ്റലൊക്കെ ആണെങ്കിലും നമ്മുടെ കേരളത്തിലെ പോലെ ഒന്നും വൃത്തിമെനയൊന്നും ഇല്ല. എന്നാലും അങ്ങനെ അവിടെ കിടന്ന് അപ്പൊ ഞാൻ പറഞ്ഞു, ഡോക്ടർ വന്നപ്പോ അദ്ദേഹത്തോട് ഞാൻ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് എനിക്കപ്പോ കുറച്ച് ഹിന്ദി ഇംഗ്ലീഷൊക്കെ കൂടി നമ്മള് കൂടി ചേർത്ത് പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യങ്ങളൊക്കെ മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, ഇപ്പൊ ആർപ്പെടുവൊന്നും വേണ്ട, കുഴപ്പമൊന്നുമില്ല. മോള് മൂത്രം ഒഴിക്കില്ല, മൂത്രം പോവില്ല അവൾക്ക്. അപ്പൊ മൂത്രം പോയി കഴിഞ്ഞാൽ പ്രശ്നങ്ങളൊക്കെ തീരും. അതുകൊണ്ട് സിസ്റ്റർ ഭാരപ്പെടണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഡോക്ടർ പോയി. അത് കഴിഞ്ഞിട്ട് കുറെ നേരം കഴിഞ്ഞപ്പോഴത്തേക്കും മോള് മൂത്രം ഒഴിച്ചു. അപ്പൊ ഞങ്ങൾ നോക്കി രാവിലെ മുതൽ. അപ്പൊ ഞങ്ങൾ ഈ പോയിരിക്കുന്ന സ്കൂളിലെ അധ്യാപകന് തൊടുപുഴയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹം വിശ്വാസിയാണ്. അപ്പം ഞങ്ങൾ ഇങ്ങനെ പ്രാർത്ഥന അവിടെ ഹോസ്റ്റലിലെ പിള്ളേരെ എല്ലാം കൂട്ടിയിരുത്തി ഇദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്, മോൾക്ക് അസുഖമൊന്നും വരാതെ സുഖപ്പെട്ട് വരാൻ വേണ്ടി. അങ്ങനെ ഞങ്ങള് മോൾക്ക് സുഖപ്പെട്ടു. സ്വർഗത്തിലെ ദൈവം മോളെ അനുഗ്രഹിച്ചു. ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് പോന്നു. അപ്പൊ ഞങ്ങൾ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ഉമ്മ പറയാണ്, എനിക്ക് 12 മക്കളുണ്ടായി, അതിലെ 11 മക്കളും മരിച്ചുപോയി, ഒരു കുഞ്ഞു മരിക്കാറായി കിടക്കാണ്, അതാണ് ഈ മകൻ. അതുകൊണ്ട് അമ്മയെ മരിച്ചു പോയെന്ന് ഓർത്ത് ഭാരപ്പെടണ്ടെന്ന്. അപ്പം ഞാൻ എന്റെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു പൂനെന്ന് പറഞ്ഞ ഒരു സഹോദരി ഉണ്ട്. അത് അവരവിടെയുള്ളവർ തന്നെയാണ്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു, എന്റെ മകൾ അങ്ങനെ മരിക്കാനുള്ളതല്ല, കർത്താവ് അവൾക്ക് വാഗ്ദത്തം കൊടുത്തിട്ടുള്ളതാ. അവൾക്ക് കൊടുത്ത വാഗ്ദത്തം നിറവേറ്റാതെ ദൈവം അവളെ വിളിക്കില്ലെന്ന് ഞാൻ ഈ പൂനെന്ന് പറഞ്ഞ സിസ്റ്ററിനോട് പറഞ്ഞു. അപ്പം അവർക്ക് ഞങ്ങളോടൊപ്പം പ്രാർത്ഥനയ്ക്കൊക്കെ കൂടുന്ന ഒരു സിസ്റ്ററാണ് അവര്. അപ്പൊ അവർക്ക് കാര്യങ്ങളൊക്കെ അറിയാം. അപ്പൊ അവരും പറഞ്ഞു, ആന്റി ഭാരപ്പെടണ്ട, മോള് സൗഖ്യാവും എന്ന് പറഞ്ഞു. അങ്ങനെ നേരം വെളുത്തപ്പോഴത്തേക്ക് മോള് മൂത്രമൊക്കെ ഒഴിച്ച് നാവൊക്കെ കയറി വന്ന് സംസാരിച്ച് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്ന ഉടനെ തന്നെ മോള് പറഞ്ഞു, ഹോസ്റ്റലിലേക്ക് പോന്നു. അവള് പറഞ്ഞു, എനിക്ക് വീട്ടിലേക്ക് പോണം അമ്മേ, നമുക്ക് നാട്ടിൽ പോയി എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞ് നിർബന്ധമായി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നാട്ടിൽ വന്ന് മോളെ സ്കൂളിൽ അയച്ചു. അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്താണ് വീണ്ടും 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പെരുമ്പാല സ്കൂളിൽ വീണ്ടും കൊച്ചു വീണു. പിന്നെ ബസ് സ്റ്റാൻഡില് കൊച്ചു വീണു കഴിഞ്ഞ് ഞങ്ങള് അതോടുകൂടി പിന്നെ കൊച്ചിന് സ്കൂളിൽ പോകാൻ മടിയായി. ഞാൻ ഇനി പോകില്ല, എനിക്ക് നാണാവും, ഞാൻ കയറുന്ന ബസ്സുകാരെല്ലാം കണ്ടു, അതുകൊണ്ട് എനിക്കിനി സ്കൂളിൽ പോകാൻ മടിയാന്ന് പറഞ്ഞോളൂ 9ാം ക്ലാസ് വരെ പഠിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കൊച്ചിന് സ്കൂളിലൊന്നും വിട്ടില്ല. പിന്നെ 2 വർഷം കഴിഞ്ഞ് തത്തുല്യ പരീക്ഷ എഴുതി. അങ്ങനെ 10ാം ക്ലാസ്സും കഴിഞ്ഞു. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും കൊച്ചിന് 20 വയസ്സായി. നേരം ഞങ്ങള് ഡോക്ടേഴ്സിനോട് വിവാഹ കാര്യങ്ങളൊക്കെ ശരിയായി വന്നു. ഇതുപോലെ ഒരു TV-യിൽ അവള് സാക്ഷ്യം പറഞ്ഞു, ഞാനിങ്ങനെ രോഗിയാണ്, എന്റെ രോഗാവസ്ഥകളെല്ലാം പറഞ്ഞവള് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ആ സാക്ഷ്യം കേട്ട് ഇഷ്ടപ്പെട്ട ഒരു പയ്യൻ ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഈ മോളെ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിവാഹമൊക്കെ തീരുമാനിച്ചു. ഇപ്പൊ ഡോക്ടേഴ്സിനോട് ഒന്ന് ചോദിച്ചു, ഡോക്ടറെ വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമുണ്ടോ, കുഞ്ഞുങ്ങളുണ്ടാവോ, അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും? അപ്പൊ ഡോക്ടർ പറഞ്ഞു, വിവാഹം കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, മക്കള് ഒന്നും നിങ്ങൾ പ്രതീക്ഷിക്കരുത്. കാരണം ഇത് പാരാതൈറോയിഡാണ്. കുഞ്ഞുങ്ങളുണ്ടായാൽ ചിലപ്പോൾ കണ്ണുണ്ടാവില്ല, കൈയുണ്ടാവില്ല, കാലുണ്ടാവില്ല, സംസാരം ഉണ്ടാവില്ല, പല്ലുണ്ടാവില്ല, അങ്ങനെ ഓരോന്നും പറയും. അങ്ങനെയൊക്കെ അദ്ദേഹം പറഞ്ഞു. അപ്പം മോൾക്കൊരു കൂട്ടല്ലേ ആവശ്യം. അദ്ദേഹത്തോട് വിവാഹം കഴിക്കാൻ പോകുന്ന ചെറുക്കനോട് കാര്യങ്ങളൊക്കെ പറയാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അവൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, അവനും ഒരു വിശ്വാസിയാണ്, പ്രാർത്ഥിച്ചാൽ ദൈവം പ്രവർത്തിക്കും, അത്ഭുതം ചെയ്യുന്ന ദൈവം നമ്മുടെ ദൈവം എന്ന് അവനും പറഞ്ഞു. അങ്ങനെ വിവാഹം കഴിഞ്ഞു. ഇവർക്ക് സംശയം മക്കളുണ്ടാവോ എന്നുള്ള പേടി കാരണം ഇവര് വിവാഹം കഴിഞ്ഞ് ഫസ്റ്റ് ദിവസം തന്നെ, തിങ്കളാഴ്ച ആയിരുന്നു വിവാഹം, വെള്ളിയാഴ്ച മുതൽ അവർ 3 ദിവസം ഉപവാസം എടുത്ത സഭയിൽ പോയി. 15 ദിവസത്തിനുള്ളിൽ മോള് ഗർഭിണിയായി. ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടറോട് ചോദിക്കും, കാണിച്ചു കൊടുക്കുമ്പോ, സാറേ കണ്ണും മൂക്കൊക്കെ ഉണ്ടോ?
കൈയുണ്ടോ അങ്ങനെ ചോദിക്കും. അപ്പൊ എന്റെ മോളാണ്. ഡോക്ടർ പറയും ഇപ്പൊ കാണുന്ന കണ്ണോ മൂക്കോ ഒന്നും മോള് പ്രതീക്ഷിക്കണ്ട, എല്ലൊടിയുന്ന രോഗം ആ കുഞ്ഞിനുണ്ടാവും, കാരണം മോൾക്ക് തൈറോയ്ഡ് ഇത്ര കൂടുതലല്ലേ, അതുകൊണ്ട് ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ മോളെ എന്നും രാവിലെ അഞ്ചു നേരം 6 നേരം കർത്താവേ എന്റെ കുഞ്ഞിന് കണ്ണ് തരണം, എന്റെ കുഞ്ഞിന് കാല് തരണം, എന്റെ കുഞ്ഞിന് കൈ തരണം, എന്റെ കുഞ്ഞിന് ആരോഗ്യം തരണം, ഇങ്ങനെ എന്നും കരഞ്ഞ് അവള് പ്രാർത്ഥിക്കും. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യം ഉറക്കെ പാട്ടും പാടി ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പം അയൽവാസികൾ വരെ പറയും ഈ കൊച്ചിന്റെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കില്ല കേട്ടോ എന്ന്. അങ്ങനെ മോള് കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ കുഞ്ഞിന് ഒരു കുഴപ്പവും ഇല്ല. ഓരോ സ്കാനിനും പറയും അതൊന്നും പ്രതീക്ഷിക്കരുത്. കുഞ്ഞുണ്ടായി, അവനിന്ന് 3.5 വയസ്സായി. അവന് ഇന്ന് വരെ സ്വർഗത്തിലെ ദൈവം അവനെ മാനിച്ച് ഒരു ദോഷവും അവനില്ല. അവനിപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്നു. കൂടാതെ വീണ്ടും മെഡിക്കൽ കോളേജിലായിരുന്നു പ്രസവം കഴിഞ്ഞ പ്രാവശ്യം. അപ്പൊ മെഡിക്കൽ കോളേജിൽ വെച്ച് അവൾക്ക് ഒരു ഇച്ചിരി ടെൻഷൻ അടിച്ചിട്ടാണെന്ന് ഡോക്ടർമാര് പറയുന്നു. അവൾക്ക് പെട്ടെന്ന് മാനസികമായിട്ടൊരു പ്രശ്നമൊക്കെ ഉണ്ടായി. അവള് എനിക്ക് കുഞ്ഞിനെ വേണ്ടെന്നൊക്കെ പറഞ്ഞു, ഞാൻ കുഞ്ഞിനെ കൊന്നുകളയെന്നൊക്കെ പറഞ്ഞു. ഡോക്ടറിന്റെ അടിക്കുകയും കൂടെ നിന്ന് എന്റെ സഹോദരി അടിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ അന്ന് ഡോക്ടർ പറഞ്ഞു ഇനി ഈ കുഞ്ഞ് ഗർഭിണിയാകാൻ പാടില്ല, ഇനി ഈ കുഞ്ഞ് പ്രസവിക്കാൻ പാടില്ല കേട്ടോ എന്ന് പറഞ്ഞ് ഞങ്ങളോട് വിട്ടത്. അപ്പൊ അത് അറിയാമെങ്കിലും വീണ്ടും ഇവള് ഗർഭിണിയായപ്പോ വീണ്ടും ഡോക്ടർമാർക്ക് ടെൻഷനായി. ഞങ്ങൾ അന്നേരം തൊടുപുഴ കാരിക്കോട് ഗവൺമെന്റ് ഹോസ്പിറ്റലിലാണ് ഡോക്ടറെ കാണിച്ചത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇവിടെ നിർത്തണ്ട, കൊണ്ടുപോയിക്കോ. തൊഴുതുകൊണ്ട് അദ്ദേഹം പറയും മോളെ ഇവിടെ നിർത്തല്ലേ, മോള് പൊയ്ക്കോ, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പൊയ്ക്കോളാൻ പറയും. അങ്ങനെ ഈ പ്രാവശ്യം 2ാമത്തെ ഗർഭിണിയായിരുന്നപ്പോ ഞങ്ങള് അന്നേരം സാറിനെ വിളിക്കുന്നത്, പാസ്റ്റർ വിളിച്ചത്. അപ്പൊ 2ാമത്തെ ഗർഭിണിയായിരുന്നപ്പോഴത്തേക്കും ഞങ്ങളിവിടെ അടുത്ത് അൽനസർ എന്ന് പറഞ്ഞൊരു മെഡിക്കൽ കോളേജ് പ്രൈവറ്റ് ആണ്. അത് ഭയങ്കര ഒരു അത്ഭുതത്തിൽ ഞങ്ങൾ അവിടെ ചെന്ന് ദൈവം ഞങ്ങളെ അവിടേക്ക് നടത്തി. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ ഇല്ലാതിരുന്ന സമയത്ത് തമ്പുരാൻ എല്ലാ ചെലവും ദൈവം തന്ന് ഞങ്ങളെ അവിടെ നിന്ന് വഴി നടത്തി. എന്റെ മോള് നല്ലൊരു വിശ്വാസി. അവള് എന്നോട് പറയും ഞാന് സാക്ഷ്യം പറയണം കേട്ടോ അമ്മേ, എനിക്ക് എന്റെ പേര് കൊടുക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഒരു ഫോണ് ഞങ്ങൾക്ക് 2 പേർ കൂടെ ഉള്ളൂ. അപ്പൊ ഞാൻ അത് കഴിഞ്ഞ് തരാന്ന് പറഞ്ഞു പാസ്റ്ററോട്. അപ്പൊ അത് അവളങ്ങനെ പറയും. പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ ആ പ്രസവവും കഴിഞ്ഞ് ഭയങ്കര ഒരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. അപ്പൊ ആ പ്രസവം കഴിഞ്ഞ് ഞങ്ങള് കഴിഞ്ഞ ദിവസമാണ് വീട്ടിൽ വന്നു. അതിനു മുമ്പ് ഞാന് ഈ 2014 എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ഒരു വടി അടിച്ച് എന്റെ കാലിനെ ഞങ്ങള് ഈ തൂമ്പാക്കൈ ഉറപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് തൂമ്പാക്കുഴ വന്ന് എന്റെ കാലിൽ വയ്യാത്തൊരു സുഖമില്ലാത്ത അന്ന് പറഞ്ഞില്ലേ, അപ്പൊ ഞാൻ വയ്യാത്ത കാലേ വന്ന് വീണിട്ട് അതിന്റെ മുട്ടുചിരട്ട പൊട്ടിപ്പോയി. അപ്പൊ പൊട്ടിപ്പോയിട്ട് ഞങ്ങള് സാൻജോ ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ ഇവിടെ പെരുമ്പാവൂരുണ്ട്, അവിടെ ചെന്നപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ നടക്കില്ല, കൂടി വന്നാൽ നിങ്ങൾ 6 മാസം അതിൽ കൂടുതൽ നിങ്ങൾ നടക്കില്ലെന്ന് പറഞ്ഞു. MRI സ്കാൻ എടുക്കാൻ പറഞ്ഞു. MRI സ്കാനിൽ ഇതാണ് കാണിക്കുന്നത്, ഇത് ശാസ്ത്രീയമാണ്, ഇത് നിങ്ങളുടെ ശരീരത്തിലുള്ള കാര്യങ്ങളാണ്, ഒരു തലമുടി നാരിഴ വരെ ഏഴായി കീറാൻ കഴിയുന്ന ഒരു സ്കാനിങ് ആണിത്, നിങ്ങൾ ഇത് വിശ്വസിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞു. അപ്പൊ ഞാൻ ഡോക്ടറോട് പറഞ്ഞു എനിക്ക് ഈ സ്കാൻ റിപ്പോർട്ട് കൊണ്ടുതന്നത് ഒരു സിസ്റ്റർ, ഒരു കന്യാസ്ത്രീയായിരുന്നു. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എന്നെ സൃഷ്ടിച്ച എന്റെ സ്വർഗത്തിലെ ദൈവമാണ്, എന്റെ മധ്യേ മാംസം അസ്ഥി എല്ലാം അദ്ദേഹമാണ് സൃഷ്ടിച്ചത്, ഞാൻ നിങ്ങളൊരു 10 വർഷം കഴിഞ്ഞ് ഞാൻ വന്ന് കാണുമെന്ന് പറഞ്ഞു. 10 വർഷം, ഇപ്പൊ 15 വർഷമായി. ഇപ്പൊ ഞാൻ സ്റ്റിക്കർ ഉണ്ട് എനിക്ക്, ഒരു സൈഡില് ഞാൻ ഇതാണ് പിടിച്ച നടക്കുന്നത്. 15 വർഷമായിട്ട് ഞാൻ സ്വന്തം കാര്യത്തിന് എന്റെ കാര്യത്തിന് ഞാൻ നടക്കുന്നത്. സ്വർഗത്തിലെ ദൈവം ഇന്നും എന്നെ മാനിച്ചുകൊണ്ട് നടക്കുന്നത്. പക്ഷെ എന്റെ മുട്ടിനകത്ത് ഒന്നുമില്ല, മുട്ടുചിരട്ടയൊക്കെ പൊട്ടിപ്പോയതാണ്. എന്നാലും എന്റെ ദൈവം എന്നെ മാനിച്ചുകൊണ്ട് ഇപ്പോഴും എന്നെ നടത്തുന്നു. അതുകൂടാതെ കഴിഞ്ഞ വർഷം എനിക്ക് ജനുവരി 2024 ജനുവരി 1 എനിക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ബ്ലീഡിങ് ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഞാന് 2024 ഫസ്റ്റ് തന്നെ, ഇതിപ്പോ 25 ഞാന് ഹോസ്പിറ്റലിൽ കടന്നുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്കും ഡോക്ടർ എന്നോട് പറഞ്ഞു സ്കാൻ എന്താന്ന് അറിയില്ല, അതുകൊണ്ട് നിങ്ങൾ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അപ്പൊ സ്കാൻ ചെയ്തു. അപ്പൊ സ്കാൻ റിപ്പോർട്ട് 15-ാം തീയതി വരും, അന്നേരത്തേക്കും വരാൻ പറഞ്ഞു. അന്നേരം ഞങ്ങൾ സ്കാൻ റിപ്പോർട്ട് വാങ്ങാൻ ചെന്നപ്പോഴത്തേക്ക് എന്റെ മകൻ പറഞ്ഞു അമ്മ പ്രാർത്ഥനയോടെ ഇരുന്നു, പ്രാർത്ഥിച്ചോ, എന്താണ് അമ്മ തീരുമാനം ഒന്നും അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു. അതുപോലെ ദൈവം
ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ പോയി. അവിടെ ഹോസ്പിറ്റലിൽ ചെന്നു. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ ഡോക്ടർ ഈ സ്കാൻ റിപ്പോർട്ട് കണ്ടിട്ട് പറഞ്ഞു, ഭാരപ്പെടാനൊന്നുമില്ല, യൂട്രസിൽ ക്യാൻസർ ആണ്. ഇപ്പൊ ക്യാൻസർ ഒക്കെ ഇങ്ങനെ പനി പോലെ വരും, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട, ഇപ്പൊ തന്നെ പൊയ്ക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിലേക്ക് പൊയ്ക്കോളാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് ഭയങ്കര വിഷമായി. ഞാന് ദൈവമേ, ഒരുപാട് ടെൻഷൻ അനുഭവിച്ച ഒരു വ്യക്തിയാണ് ഞാന്. എന്റെ സ്വർഗത്തിലെ ദൈവത്തിന് എന്നെ നന്നായി അറിയാം. ഒരുപാട് കാര്യങ്ങളിൽ ഒറ്റപ്പെട്ടു പോയ ആളാണ് ഞാന്. അപ്പൊ ഇപ്പോഴും ദൈവമേ, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്നൊക്കെ വിചാരിച്ച് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോ തന്നെ ഭയങ്കര വിഷമായി. ഇത്രയും വലിയൊരു മഹാവ്യാധി ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നൊക്കെ ഞാൻ ഇങ്ങനെ ദൈവത്തോട് പരാതി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ വീട്ടിൽ ചെന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞുങ്ങളൊക്കെ കരഞ്ഞു, ഇങ്ങനെയാണ് എനിക്കിങ്ങനെ അസുഖമാണെന്ന് പറഞ്ഞപ്പോ മക്കൾക്കൊക്കെ വിഷമായി. അപ്പൊ ഞാൻ പറഞ്ഞു, സാരമില്ല, എന്തായാലും നമ്മൾ പോവണ്ടേ, നമ്മൾ കാലം വരെ ഇവിടെ കിടക്കും, നമുക്കൊരു രോഗം വന്ന് നമുക്ക് പോവണ്ടേ മക്കളെ, സാരമില്ല, നിങ്ങൾ സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി, ഇത്രത്തോളം ഒക്കെ ആയല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങള് ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു അന്ന് തന്നെ മെഡിക്കൽ കോളേജിൽ പൊക്കോളാനാ പറഞ്ഞു. അപ്പൊ നമുക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ അന്ന് പോയില്ല. പിന്നെ ഞങ്ങള് ജനുവരി ലാസ്റ്റ് ഞങ്ങള് ഹോസ്പിറ്റലിൽ കടന്നുപോയി. മെഡിക്കൽ കോളേജിൽ കോട്ടയത്ത് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഓപ്പറേഷൻ ചെയ്ത് കളയാം, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അവിടെ ചെന്ന് ഞങ്ങള് ഏപ്രിലായിരുന്നു, ഏപ്രിൽ 4-ാം തീയതി ആയിരുന്നു ഓപ്പറേഷൻ. ഏപ്രിൽ 4-ാം തീയതി ഓപ്പറേഷൻ എല്ലാം കഴിഞ്ഞ് 4 പ്രാവശ്യം അവര് എനിക്ക് ക്യാൻസർ ഉണ്ടോ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ 4 പ്രാവശ്യം അവർ പറഞ്ഞു, നിങ്ങൾക്ക് ക്യാൻസർ തന്നെയാണ്, അപ്പൊ നിങ്ങൾ ഒരു പണി ചെയ്യും, നിങ്ങൾ ഹീമോ എടുക്കാൻ അടുത്ത ആഴ്ച വരണം എന്ന് പറഞ്ഞു എന്നോട്. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, അപ്പൊ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് പേര്, ഞാൻ പോകുന്ന സഭകള്, ഞങ്ങള് സ്വന്തം വീടില്ല, ഞങ്ങൾക്ക് ഇന്നും വീടില്ല. അന്ന് ഭർത്തൃഗേഹത്തിൽ ഞങ്ങൾ പോകുന്നത്, പിന്നെ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ല. ഞാനും എന്റെ കുഞ്ഞുങ്ങളുമായിട്ട് ഓരോരോ വീടുകളിലൂടെ ഇങ്ങനെ വാടകയ്ക്ക് താമസിച്ചു. അദ്ദേഹം മരിച്ചുപോയി, 7 വർഷമായി. അദ്ദേഹം സ്വത്തൊക്കെ വിറ്റ് ഒക്കെ നശിപ്പിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹം പോയത്. അപ്പൊ ഞങ്ങളിങ്ങനെ ഓരോ വീട് മാറിയാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയിൽ മോളുടെ വിവാഹം കഴിഞ്ഞു, മോന് വിവാഹം കഴിഞ്ഞു. മോന് മിനിഞ്ഞാന്നൊരു കുഞ്ഞുണ്ടായി. അപ്പൊ ഞങ്ങൾ ഓരോ വീട് മാറി ഇങ്ങനെ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങള് ഡോക്ടർ എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹീമോ ചെയ്യാൻ റെഡി ആയിട്ട് വരണം എന്ന് പറഞ്ഞു. അപ്പോ ഓപ്പറേഷൻ ചെയ്തിട്ട് തന്നെ ഒരുപാട് പൈസ, ഞങ്ങൾക്ക് ഈ മെഡിക്കൽ ഇതിന്റെ പൈസ, സർക്കാർ പൈസ തരുന്ന മെഡിക്കൽ കാർഡോ അത് ഞാൻ മറന്നുപോയി, ഹെൽത്ത് കാർഡ്, ആ ഹെൽത്ത് കാർഡ് ഞങ്ങൾക്ക് ഇല്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾക്ക് പുറമേ നിന്നായിരുന്നു പൈസ എല്ലാം എടുക്കുന്നത്. അങ്ങനെ എല്ലാവരും സഹോദരങ്ങളൊക്കെ സഹായിച്ചു, മോനും എല്ലാവരും കൂടെ കൂടി സഹായിച്ചു. 80,000 രൂപ ഞങ്ങൾക്കായി അവിടെ. അപ്പം അപ്പൊ ഞങ്ങള് പറഞ്ഞു, ഡോക്ടറോട് പറഞ്ഞു, മാഡം ഞങ്ങൾക്ക് ഈ ഒരു ഹീമോയുടെ തൊട്ട് മുമ്പ് ഒരു ടെസ്റ്റ്, അല്ല, ഹീമോ എടുക്കാൻ ശനിയാഴ്ച വരാൻ പറഞ്ഞു. അപ്പൊ എന്നോട് ആ ഡോക്ടർ ചോദിച്ചു, നിങ്ങളുടെ ഈ കേസ് ഷീറ്റ് ഞാനൊന്ന് ഒരു പിള്ളേർക്ക് പഠിക്കാൻ കൊടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, അതിനെന്നാ കൊടുത്തോ, ഞാൻ ഏതായാലും പോകാൻ സമയമായി, ഇനി പഠിക്കുന്ന കുഞ്ഞുങ്ങൾ പഠിക്കട്ടെ, ഇനി എന്നെ പോലെ അനേകർക്ക് വേണ്ടി ചികിത്സിക്കണ്ടേ, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ആരും ഇങ്ങനെ സമ്മതിക്കില്ല അമ്മ, എന്താ കാരണം എന്ന് അറിയില്ല, ആരും സമ്മതിക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒരുപക്ഷെ ഈ രോഗം എനിക്ക് ദൈവം തന്നത് ഞാൻ മുഖാന്തരം 2-3 പേർക്ക് ഇത് പഠിക്കാനായിരിക്കാം, അമ്മയുടെ ധൈര്യമായിട്ട് കൊടുത്തോളാൻ പറഞ്ഞു. അവർ കൊടുത്തു. അതാ കൊടുത്തത് എനിക്കൊരു വഴിത്തരവായി. അപ്പൊ കൊടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ അന്നേരം ഞങ്ങളോട് പറഞ്ഞത് അടുത്ത ശനിയാഴ്ച ഹീമോ എടുക്കാൻ റെഡി ആയിട്ട് വരണം എന്ന് പറഞ്ഞു. ആ സമയത്ത് ഞങ്ങള് പിറ്റേ ശനിയാഴ്ച ഹീമോ എടുക്കാൻ റെഡി ആയിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഡോക്ടർ ഞങ്ങളോട് പറഞ്ഞു, അമ്മേ, ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ചോദിച്ചു, എന്താ മേഡം എന്ന് ചോദിച്ചു. നേരം പറഞ്ഞു, ഒരു പ്രാവശ്യം കൂടി നിങ്ങൾ പുറത്ത് ചെയ്യണം, ക്യാൻസർ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി ഒരു പ്രാവശ്യം പുറത്ത് ചെയ്യണം എന്ന് പറഞ്ഞു, ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ചെയ്യാം, അതിന് കുഴപ്പമില്ല, എത്ര രൂപയാവും, പൈസയൊക്കെ കുറവാവുള്ളൂ എന്ന് പറഞ്ഞു. 4,000 രൂപയിൽ കൂടുതൽ ആവില്ലെന്ന് പറഞ്ഞു. ചെന്ന് അന്വേഷിച്ചത് 7,500 രൂപയാവും. അന്നേരം അന്വേഷിച്ചപ്പോ ആവുമെന്ന് പറഞ്ഞു. അതിന് ഡോക്ടർ പറഞ്ഞു, നിങ്ങള് അമ്മയുടെ ആ ഷീറ്റ് ഞാൻ ഇവിടെ കുട്ടികൾക്ക് പഠിക്കാൻ കൊടുത്തായിരുന്നു. അപ്പൊ അത് പഠിച്ചപ്പം അവർക്കൊരു സംശയം, അമ്മയ്ക്ക് ക്യാൻസർ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഒന്നുകൂടി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് എന്റെ മോൻ
ആണെങ്കിൽ ഞാൻ എന്റെ അനുജത്തിയുടെ വീട്ടിലാണ് ഞാൻ സുഖമില്ലാതെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിടന്നത്. അപ്പം അനുജത്തിയുടെ അനുജത്തി പള്ളിയിൽ പോകുന്ന പള്ളിക്കാര് IPC-കാരാണ്. അവര് എനിക്ക് അസുഖമായിരുന്നപ്പോ മുതലേ അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണതാ. അതുകൂടാതെ ഞാൻ ഓപ്പറേഷൻ ചെയ്ത് കിടന്നപ്പോഴോ അവിടെ പാസ്റ്റർമാരും ആന്റിമാരൊക്കെ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അപ്പൊ എന്റെ അനുജത്തി പറഞ്ഞു, നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചതല്ലേ, അതുകൊണ്ട് നമുക്കൊന്ന് പള്ളിയിലൊന്ന് പോയി പാസ്റ്ററൊക്കെ ഒന്ന് പ്രാർത്ഥിപ്പിച്ച് നന്ദി പറഞ്ഞിട്ട് പോകാമെന്നും പറഞ്ഞ് ഞങ്ങള് പള്ളിയിൽ ചെന്നു. പോകാൻ വേണ്ടി എന്റെ മോൻ എന്നെ കൊണ്ടുവരാൻ വേണ്ടി വണ്ടി വിളിച്ച് അവിടെ വന്നു. മോൻ ആ സമയത്ത് വിശ്വാസത്തിലല്ല, പിന്മാറ്റത്തിൽ പോയി. അങ്ങനെ പിന്നെ വണ്ടി വിളിച്ച് അവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ ആന്റി, ദർശനമുള്ള ഒരു ആന്റി ആയിരുന്നു. അപ്പൊ ഞങ്ങളോട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആന്റി പറഞ്ഞു, മോനോട് കുറെ കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്, മോന് കുറെ പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങള് ഞാൻ പറയുന്ന ആ ഡേറ്റിൽ തന്നെ മോന് വെളിപ്പെട്ട് വരും. അപ്പൊ അത് വരാതിരിക്കണമെങ്കിൽ മോനൊരു പണി ചെയ്യണേ, ഇപ്പൊ തന്നെ ദൈവത്തിലെ ആശ്രയിച്ചോളാൻ പറഞ്ഞു. അപ്പൊ അവന് പ്രശ്നങ്ങളുണ്ടെന്ന് അവന് തന്നെ അറിയാം, ഞങ്ങൾക്ക് അറിയാത്തതിനേക്കാൾ കൂടുതൽ അവൻ അറിയാം. അപ്പൊ അവൻ പറഞ്ഞു അവന് ഭയങ്കര ബുദ്ധിമുട്ട് ദൈവത്തിൽ ആശ്രയിക്കാൻ. അവന് കുറെ കൂട്ടുകാരുണ്ട്, കൂട്ടൊക്കെ കൂടി നടക്കുന്ന ഒരു സമയമായിരുന്നു, കള്ളൊക്കെ കുടിക്കുമായിരുന്നു, അങ്ങനെ സമയമായിരുന്നു. അവന് മാറ്റപ്പെടാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പൊ ഞങ്ങള് പറഞ്ഞു അങ്ങനെ അവൻ ഇവന് ഒരു ചെറിയ കേസുണ്ട്, അപ്പൊ ഞങ്ങളെ കേസിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ശരിക്കും പറഞ്ഞ ഇവനല്ലായിരുന്നു കേസ്, ഇവന്റെ കൂട്ടുകാരനായിരുന്നു. അപ്പൊ ഈ പോലീസുകാർ വന്ന് അന്വേഷിച്ച് ഇവനെ ആയതുകൊണ്ട് ഇവന് പേടിയായി പോയി. ഇവന് 24 വയസ്സേ ഉള്ളൂ. അപ്പൊ ഇവന് പേടിയായി പോയി, ഇപ്പൊ അവന് തന്നെ പോലീസ് പിടിക്കോ എന്നൊക്കെ ഉള്ളൊരു ഭയം ഇവനുണ്ടായി. അങ്ങനെ ഇവൻ നമുക്കെന്നാ വേറൊരു സ്ഥലത്തേക്ക് പോകാന്നും പറഞ്ഞ് ഞങ്ങൾ താമസിച്ച വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് പോയി. ഒരു മണിയന്ത്രമുടി എന്ന് പറഞ്ഞൊരു സ്ഥലം, മൂവാറ്റുപുഴ ആണ് അത്. മൂവാറ്റുപുഴയ്ക്ക് പോണ വഴിക്ക് ഒരു കുന്നിന്റെ മണ്ടയില് ഞങ്ങൾ ആരും അറിയില്ലാത്ത ഒരു വനത്തിന്റെ അരികിൽ പോയി താമസിക്കുക. അങ്ങനെ അപ്പൊ അതെല്ലാം ഈ ആന്റി എന്റെ മോനോട് ചോദിക്കണുണ്ട്, മോൻ ഭയപ്പെട്ടു പോയതല്ലേ അങ്ങോട്ട്, പക്ഷെ നിന്നെ തേടി പോലീസ് വരും എന്നൊക്കെ പറഞ്ഞു. അവനോട് പറഞ്ഞ് അങ്ങനെയെല്ലാം പറഞ്ഞപ്പോ അവന് പെട്ടെന്ന് മനസ്സിലായി ആന്റിക്കിനെ ദൈവം വെളിപ്പെടുത്തണമെന്ന്. അവൻ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ എന്റെ മകൻ അവിടെ നിന്നൊരു മാനസാന്തരം ഉണ്ടായി. ആന്റിയുടെ അടുത്ത് പോയി കഴിഞ്ഞപ്പോഴത്തേ ആ പാസ്റ്റർ എടുത്തപ്പോ ആ പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, ഒരു പണി ചെയ്യ്, ഇത് ക്യാൻസർ തന്നെയാണോ അതോ എന്താന്ന് അറിയില്ലല്ലോ, എന്തായാലും നിങ്ങളൊരു പണി, ഈ പാലാ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ ശബരിനാഥ് എന്ന് പറയുന്ന ഒരു ഡോക്ടർ, അദ്ദേഹം ക്യാൻസറിന്റെ സ്പെഷ്യലിസ്റ്റ് ആണ്, അപ്പൊ അദ്ദേഹത്തെ പോയി ഒന്ന് കണ്ടിട്ട് പോകാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങള് അദ്ദേഹത്തെ കണ്ടിട്ട് പോകുന്നുള്ളൂ എന്ന് വിചാരിച്ച് അന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു, അനുജിത്തിന്റെ വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ ഈ ഡോക്ടറെ കാണാൻ പോയി. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഒരു 4 ടെസ്റ്റ് ഉണ്ട്, ഒരെണ്ണം അല്ല 3 എക്സ്ട്രാ ഉണ്ട്, നിങ്ങൾക്ക് അത് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ എന്റെ മോനോട് ചോദിച്ചു, മോൻ പറഞ്ഞു ചെയ്തോളാന്ന് പറഞ്ഞു. 7500 ടെസ്റ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞങ്ങള് 15 ദിവസം കഴിഞ്ഞ് വന്ന് ചെയ്തോളാന്ന് പറഞ്ഞ് പോരുന്നതാണ്. അപ്പൊ ഈ 4 ടെസ്റ്റും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞങ്ങളെ ടെസ്റ്റ് എത്ര രൂപയാവും എന്ന് അന്വേഷിച്ചപ്പോ 21,000 രൂപയാവും എന്ന് പറഞ്ഞു. അങ്ങനെ അന്നേരം എന്റെ മോൻ പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് ദിവസം കഴിഞ്ഞ് ചെയ്യാന്നപ്പോ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഫീസ് ഒന്നും തരണ്ട, അതല്ലെങ്കിൽ വീട്ടിൽ പോയി കാണുകയും പിന്നെ എന്തൊക്കെയോ ഈ ഡോക്ടറിന് കൊടുക്കണം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അതോ ഇവന് കൊടുക്കാന്നാണ് എന്തോ ഇങ്ങനെ പറഞ്ഞു. പറഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ 1000 രൂപയോ 2000 രൂപ അതിനകത്ത് കിഴിപ്പിച്ച് തരാന്ന് പറഞ്ഞു. അങ്ങനെയാ പറഞ്ഞത്. 2000 രൂപ കിഴിപ്പിച്ച് തരാം, അപ്പൊ ഞാൻ ലാബുകാരോട് പറയാന്ന് പറഞ്ഞു. ഇദ്ദേഹം അറിയുന്ന ലാബുകാരാ എല്ലാവരും. ഒരെണ്ണം തിരുവനന്തപുരത്ത്, ഒരെണ്ണം ബോംബെയില്, ഒരെണ്ണം ഡൽഹിയില്, ഒരെണ്ണം നമ്മുടെ കേരളത്തില്, അല്ല ഇവിടെ വരുമ്പോ പാലായിൽ തന്നെയായിരുന്നു. അപ്പൊ അങ്ങനെ 4 ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും 21,000 രൂപയായി. അതും ഭയങ്കര അത്ഭുതമായിട്ട് ദൈവം കൊടുത്തു. എന്റെ മോന്റെ ഈ പൈസയില്ല, എനിക്കിങ്ങനെ ടെസ്റ്റ് ആണ്, അപ്പൊ അമ്മയ്ക്ക് സുഖമില്ലെന്ന് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പറഞ്ഞു. ഒരു കൂട്ടുകാരനോട് പറഞ്ഞു. അപ്പൊ കൂട്ടുകാരന്മാരെല്ലാരും കൂടി ഇവന് പൈസ ഇല്ലാത്തതുകൊണ്ട് പിരിവിട്ട് ആ പൈസ കൊടുത്ത് അങ്ങ് ടെസ്റ്റ് എടുപ്പിച്ചു. അതിന്റെ റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ക്യാൻസർ ഒന്നും ഇല്ലെന്ന് തെളിഞ്ഞു. അങ്ങനെ അത് ക്യാൻസർ ഇല്ലെന്ന് പറഞ്ഞ് എന്റെ കഴിവൊന്നും അല്ല, എന്റെ ദൈവം എനിക്ക് ക്യാൻസർ ഇല്ലാതാക്കിയതാണ്. അതിനു മുമ്പ് തന്നെ ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിലേക്ക് ഓപ്പറേഷന് പോണ സമയത്ത് എന്റെ മുമ്പില് എനിക്ക് ഭയങ്കര ടെൻഷനാണ്. ഓപ്പറേഷന് പോണ സമയം എന്റെ മുമ്പിൽ ഒരു ഓട്ടോറിക്ഷ പോവുക. അപ്പൊ ആ ഓട്ടോറിക്ഷയുടെ ഫ്രണ്ടില് ഇങ്ങനെ ബാക്കിൽ എഴുതി വെച്ചിരിക്കുക, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്.
അപ്പൊ എനിക്കത് ഇത് സത്യമാണോ, ദൈവം എന്നോട് സംസാരിക്കുന്നതാണോ, സത്യമാണോ എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഒന്നുകൂടി നോക്കി. ഞാൻ 2 പ്രാവശ്യം എന്റെ തൊട്ട് മുമ്പിൽ പോയിക്കൊണ്ടിരുന്ന ആ ഓട്ടോറിക്ഷ 2 പ്രാവശ്യമാണ് ഞാൻ ആ എഴുത്ത് കണ്ടത്. പിന്നെ ഞാൻ ആ ഓട്ടോറിക്ഷയെ പോലും കണ്ടില്ല. അപ്പൊ എനിക്ക് ഹോസ്പിറ്റലിൽ ചെന്നപ്പം എനിക്ക് ഒരു മുറിവ് പഴുത്തു. അപ്പൊ ഞാൻ ഒരു സ്റ്റിച്ച് പഴുത്തു. അപ്പൊ ഞാൻ ഡോക്ടറോട്, ദൈവത്തോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു. ഡോക്ടർ എന്നോട് ചോദിച്ചു, എനിക്ക് കുറച്ച് വണ്ണമുണ്ട്. അപ്പൊ ഡോക്ടർ പറഞ്ഞു, അമ്മയോട് ഞങ്ങള് പറഞ്ഞില്ലായിരുന്നോ വണ്ണമൊക്കെ കുറയ്ക്കണമെന്ന്, ഇത്രയും വണ്ണം ഉള്ളത് കൊണ്ടാ ഇങ്ങനെ സ്റ്റിച്ചൊക്കെ പഴുക്കുന്നതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ പരമാവധി നോക്കി, എനിക്ക് വണ്ണം കുറയ്ക്കാൻ പറ്റിയില്ല, പിന്നെ എന്റെ ദൈവം കരുതിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, എന്നോട് പറഞ്ഞതല്ലേ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്ന്, എന്നിട്ട് എന്താ കർത്താവെ എനിക്ക് ഈ ഇങ്ങനെ പഴുത്തത്? അങ്ങനെ പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഒരു ദിവസം രാത്രിയില് സന്ധ്യയായപ്പോ ഞാൻ ഇങ്ങനെ കരഞ്ഞു പ്രാർത്ഥിച്ച് കിടന്നു. പിറ്റേ ദിവസം നേരം വെളുത്ത് ഡോക്ടർമാര് വന്ന് നോക്കിയപ്പോ പറഞ്ഞു, ഇത് പെട്ടെന്ന് ഉണങ്ങിപ്പോയല്ലോ, ഇതെങ്ങനെ ഇങ്ങനെ പെട്ടെന്ന് ഉണങ്ങിയത്? അപ്പൊ ഞാൻ പറഞ്ഞു, എന്റെ ദൈവം എന്നോട് കൂടെ ഉള്ളത് കൊണ്ടാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ കിടക്കുന്ന വാർഡില്, ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന സ്ഥലത്തൊക്കെ എനിക്ക് അനേകരോട് സുവിശേഷം പറയാൻ ദൈവം എനിക്ക് വഴിയൊരുക്കി തന്നു. അതുപോലെ തന്നെ ഞങ്ങള് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാന് എന്റെ ഈ സ്റ്റിച്ച് ഞാൻ കുളിച്ചിട്ട് ബാത്റൂമിൽ നിന്ന് എഴുന്നേറ്റപ്പം 8ഓളം സ്റ്റിച്ച് വിട്ടുപോയി. ഒരുപാട് ബ്ലഡൊക്കെ പോയി. അന്നേരം ഞാൻ എന്റെ കർത്താവിനോട് ഇങ്ങനെ പറഞ്ഞു. എല്ലാരും പേടിച്ച്, വീട്ടിലെ ചേച്ചിമാരൊക്കെ പേടിച്ചു പോയി. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, വേണ്ട, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, പിന്നെ എന്തിനാ നമ്മൾ തിരിച്ചു പോണതെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ആ സ്റ്റിച്ച് 3 ദിവസത്തിനുള്ളിൽ എനിക്ക് ആ സ്റ്റിച്ച് എന്റെ ദൈവം ഉണക്കി തന്നു. ഒരു പഴയതുപോലെ തന്നെ എന്റെ ശരീരം ആക്കി തന്നു. സ്വർഗത്തിലെ ദൈവം ഇന്നും, സ്വർഗത്തിലെ ദൈവം ജീവിക്കുന്നു എന്ന് ഇതിലൂടെ എല്ലാം ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ അനേകര് ഇന്നും ഈ കഷ്ടതയില് ഇതുപോലെ ഇപ്പം ഈ നേർച്ച കാഴ്ച വഴിപാടുകളിലൂടെ ഇന്നും അനേക ജീവിതങ്ങള് കഷ്ടത അനുഭവിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു നിത്യതയുണ്ടെന്ന് ഇവര് മനസ്സിലാക്കുന്നില്ല. ഇത് എന്റെ ഈ സാക്ഷി ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത്, ഇതിനൊരു നിത്യതയുണ്ട്. ഈ നിത്യത നമ്മുടെ ക്രിസ്തുവിലല്ലാതെ നമുക്ക് നിത്യതയിൽ ആർക്കും എത്തിച്ചേരാൻ കഴിയില്ല. ക്രിസ്തുവിലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സമാധാനം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം പിന്നോട്ട് ക്രിസ്തുവിൽ വന്നിട്ട് പിന്നോട്ട് തിരിഞ്ഞു നോക്കിയാൽ കഷ്ടതയും കല്ലും മുള്ളും മാത്രമേ ഉള്ളൂ. ക്രിസ്തീയ ജീവിതവും കല്ലും മുള്ളാണെങ്കിൽ പോലും നമുക്കൊരു സമാധാനം, ഒരു സന്തോഷം, ഹൃദയത്തിൽ ഒരു പ്രത്യാശയോടെ നമുക്ക് മുന്നേറാൻ, നമുക്ക് ഓടുവാൻ നമുക്ക് മനസ്സ് വരും. ദൈവം നമ്മളെ സഹായിക്കും. ഒരുപാട് കഷ്ടതയിൽ നിന്നും തന്നെയാണ് ഞാൻ ഈ സമയം വരെയും ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ ദാരിദ്ര്യവും പട്ടിണിയും എല്ലാം എന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. ഇപ്പൊ ഞാൻ ഈ കഴിഞ്ഞ ദിവസമാണെങ്കിലും ഹോസ്പിറ്റലിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ഞങ്ങൾ താമസിക്കുന്ന വീട്ടിലേക്ക് പോയി. മോള് വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ സ്വന്തം വീട്ടിലേക്ക് കടന്നുപോയി. അവിടെ ഞാൻ എന്റെ മോനോട് പറഞ്ഞു, മോനെ, എന്നാ ചെയ്യുന്ന, നമ്മൾ വീട്ടിനകത്ത് മോൾക്ക് മരുന്ന് വാങ്ങിക്കണം, അതുപോലെ തന്നെ എന്ത് ചെയ്യാ, സാമ്പത്തികമായിട്ട് കയ്യിലൊന്നും ഇല്ലല്ലോ. അപ്പൊ എന്റെ മോൻ പറഞ്ഞു, അമ്മ ഒന്നും വിഷമിക്കണ്ട, ദൈവം എല്ലാം കരുതിക്കോളൂ എന്ന് പറഞ്ഞു. അതുപോലെ അവൻ വൈകുന്നേരം ആയപ്പോ എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു. എല്ലാ സാധനങ്ങളും ഒരു സമൃദ്ധി പോലെയായിരുന്നു ഞങ്ങളുടെ വീട്ടില്. എല്ലാ സാധനങ്ങളും സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തന്നു. അപ്പം അതുപോലെ ഹോസ്പിറ്റലിൽ വെച്ച് ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പോലും ഞങ്ങൾക്ക് പൈസ, എല്ലാവരും ഡിസ്ചാർജിന്റെ സമയമായി എല്ലാവരും ഡിസ്ചാർജ് മേടിച്ചു വരുമ്പോ ഞങ്ങൾ ചോദിക്കും, എത്ര രൂപ ആയി? ഇപ്പൊ 14,000 ആയി, 7,000 ആയി, 9,000 എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ഭയമോ, ഞങ്ങളുടെ കയ്യില് അപ്പൊ അത്രയും പൈസയൊന്നുമില്ല. കർത്താവെ, നമ്മൾ പ്രാർത്ഥനയാ, ദൈവമേ, ഞങ്ങളുടെ കയ്യിൽ ഇത്രയും പണമില്ല, എന്ത് ചെയ്യും എന്നുള്ള ഒരു ടെൻഷൻ. അപ്പൊ എന്റെ മോള് പറയും, ഇവിടെ വരെ എത്തിച്ച ദൈവം നമ്മളെ ഇനിയും നടത്തും, അമ്മ വിശ്വസിക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾക്ക് ഡിസ്ചാർജ് കാർഡ് വന്നു. ഞങ്ങൾക്ക് വെറും 1,700 രൂപയിൽ ഞങ്ങൾക്ക് അവർ ഒതുക്കി തന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾക്ക് പോരുമ്പോ, പിന്നെ ഞങ്ങളുടെ ആകെ 3,000 രൂപ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചു പോരുന്ന സമയത്ത് ഞങ്ങൾക്ക് വണ്ടിക്കാശ്, ഞങ്ങളൊരു കാറുകാരനെ വിളിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു 2,000 രൂപയാവുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഓട്ടോറിക്ഷയ്ക്ക് പോകാനും പറ്റില്ല, മോൾക്ക് ഓപ്പറേഷൻ ആയതുകൊണ്ട്. അപ്പൊ ഞാൻ, കർത്താവെ, ഓപ്പറേഷനായി മോളെ ഞാൻ എങ്ങനെ ഓട്ടോറിക്ഷയ്ക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു, മോന്റെ കൂട്ടുകാരൻ കാറുമായിട്ട് വരും, അമ്മ ഒരു 500 രൂപ കൊടുത്താൽ മതിയെന്ന്. സ്വർഗത്തിലെ ദൈവം, വാസനറിയാം, സ്വർഗത്തിലെ ദൈവം ഞങ്ങൾ വീട്ടിൽ വരുമ്പോ വന്ന വഴിക്ക് കുറച്ച് കുഞ്ഞിന് കുളിക്കാനുള്ള കുഴമ്പ്, അങ്ങനെ സോപ്പൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് വീട്ടിൽ വന്ന് ഞങ്ങൾ 500 രൂപ കൊടുത്തു. മകൻ പറഞ്ഞു, അമ്മേ, ഇത് ഞാൻ എന്റെ സഹോദരിക്ക് കൊടുത്തതായിട്ട് ഇരിക്കട്ടെ, എന്റെ കയ്യിൽ വേറെ ഒന്നുമില്ല, എനിക്ക് വണ്ടിക്കാശ് വേണ്ടെന്ന് പറഞ്ഞു. അതും ദൈവം ഞങ്ങൾക്ക് ചന്തോചിതമായി ഞങ്ങൾക്ക് ചെയ്തു തന്നു.
ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു, ഞങ്ങളെ മാനിച്ച് ഈ സമയം വരെയും ദൈവം ഞങ്ങളെ കരുതിക്കൊണ്ടിരിക്കുന്നു. ഇനി ഞങ്ങളെ ദൈവം കരുതുമെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം ഈ സാക്ഷ്യം കേൾക്കുന്നവരെയും വിശ്വസിക്കുന്നു 100%. എന്നേക്കാൾ ഉപരിയായി നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും. പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കുക, ക്രിസ്തുവിൽ ആശ്രയിക്കുക. എനിക്ക് ആ ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നു. ഈ സമയം വരെ എന്നെ കേട്ട ദേവദാസനും അതുപോലെ എന്നെ കേൾക്കുന്നവർക്കും ഞാൻ ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇരിക്കുന്നു. സ്തോത്രം. നിത്യനും പരിശുദ്ധനുമായ സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായൊരു മധ്യാഹ്നവേള ഞങ്ങൾക്ക് തന്നതിനായി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങേക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. ഈ സമയം വരെ സ്വർഗത്തിലെ അപ്പ എന്നെ വാഴ്ത്താനും മഹത്വപ്പെടുത്തുവാനും അടിയനെ സഹായിച്ചല്ലോ. നന്ദി പറയുന്നു അപ്പ, നന്ദി പറയുന്നു. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കണമേ. വിശേഷിച്ച് ദേവദാസനെ ദൈവം അനുഗ്രഹിക്കണമേ. കുടുംബമായി മാനിക്കുമാറാണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ. ഈ സാക്ഷ്യത്തിലൂടെ അനേകരെ വിടുവിക്കപ്പെടുവാൻ സ്വർഗം ഇടയാക്കുന്നതിനായി സ്തോത്രം. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. എല്ലാം യേശുവിന്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പ്രിയ ശ്യാമള സിസ്റ്റർ. ഇത്രത്തോളം സമയം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിനു വേണ്ടി പ്രേക്ഷകരോടൊപ്പം പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിന് നന്ദി പറയുന്നു. പ്രിയ കർത്താവിന് ദാസ്യമുള്ളതായി നന്ദി അറിയിക്കുന്നു. ദൈവം വിളിച്ചു വേർതിരിച്ച അത്ഭുതകരമായ വഴികൾ, വിധങ്ങൾ, അത്ഭുത രോഗസൗഖ്യം തന്ന് ദൈവത്തിന് വേണ്ടി കർത്താവ് വേർതിരിച്ച് നിർത്തിയത് ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവമായ കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. സൗഖ്യാരോഗ്യം ദീർഘായുസ്സ് തരട്ടെ. കർത്താവിനോട് ഏറെ പ്രയോജനപ്പെടുവാൻ, നല്ല സാക്ഷ്യം വഹിപ്പാൻ ഏറെ അവസരങ്ങൾ ദൈവം ഒരുക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രേക്ഷകർക്ക് ഈ ജീവിതാനുഭവങ്ങൾ അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾ കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് അവർ കേട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കും. തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യവും വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.